പിന്നെ നമ്മൾ ഈ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ഇപ്പോൾ നമ്മൾ എംബാർക്കേഷൻ ജെട്ടിയിൽ നിന്ന് ഒരു മോക്ക് ഡ്രില്ലിന്റെ ഭാഗമായിട്ട്, അതായത് ഇതുകളൊക്കെ ഉള്ള, അതായത് ഷിപ്പ് വരെ അവിടെ ബർത്ത് ചെയ്യുന്ന സ്ഥലത്ത് അത്രയും ഡെപ്തുള്ള സ്ഥലത്തേക്ക് ചാടുക, പിന്നീട് എന്താ പറയുക 32 മീറ്റർ റെക്കോർഡ് ഇടുന്ന സീക്വൻസ്, ഇതൊക്കെ പറഞ്ഞപ്പോൾ ഇതൊക്കെ വായിച്ചു കഴിഞ്ഞതിന് ശേഷം എല്ലാം ഓക്കെ. പക്ഷെ രാജു ഒരു കാര്യം പറഞ്ഞു, ഞാൻ സ്വിമ്മിംഗ് പൂളിൽ മാത്രമാണ് നീന്തി ശീലിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് എങ്ങനെയാണ് എന്നെ ട്രെയിൻ ചെയ്യുക, എന്താണ് ഇതിന്റെ അവസ്ഥ എന്ന് പറയും. അപ്പൊ ആ ഒരു സിറ്റുവേഷനെ കുറിച്ച്, അതായത് ഇപ്പോൾ അത് നമുക്കൊരു വേറൊരു ആളുകളുടെ സപ്പോർട്ട് വേണം, പ്രൊഫഷണൽ ഡൈവേഴ്സ് വേണം കൂടെ പോകാനായിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക ഇങ്ങനെ ചാടി കഴിഞ്ഞാൽ, കാരണം നമ്മൾക്കൊരു അങ്ങനെ കടലിൽ ചാടി ശീലില്ലാത്തവരെ സംബന്ധിച്ച് ചിലപ്പോൾ ആരായാലും എത്ര വലിയ ആരായാലും അതിനൊരു പരിമിതികളുണ്ട്. പക്ഷെ അത് വിത്തൗട്ട് എനി ഡ്യൂപ്പ് ചെയ്യാനായിട്ട് തീരുമാനിച്ചത് എന്ത് ധൈര്യത്തിലായിരുന്നു? എനിക്ക് തോന്നി ആ സീനിൽ ഞാൻ ഓടി വന്ന്, എനിക്ക് തോന്നിയില്ല, അത് ലെഫ്റ്റ് സൈഡ് സ്ക്രിപ്റ്റിൽ എഴുതിയിട്ടുണ്ടല്ലോ, ആ സീനിൽ ഓടി വന്ന് ഞാൻ ചാടുമ്പോ അതിന്റെ ഒരു ഫ്രണ്ടൽ ഷോട്ട് കിട്ടണം. കിട്ടിയാൽ മാത്രമാണ് ഈ കാണുന്ന ഓഡിയൻസിന് തൊട്ട് മുമ്പ് അപ്പൊ ഇയാള് പറഞ്ഞ കള്ളമാണോ എന്ന് തോന്നാൻ. അപ്പൊ അത് നമ്മൾ ശരിക്കും ഞാൻ തന്നെ അത് കിട്ടുകയും വേണം. അപ്പൊ ഞാൻ ആക്ച്വലി അന്ന് ഞാൻ ചാടാൻ നേരത്ത് അവിടെ ഈ ടർക്കോയിസ് ബ്ലൂ ആണല്ലോ, അപ്പൊ ശരിക്കും ഒരു നീല ടൈലിട്ട സ്വിമ്മിംഗ് പൂളിലാണ് നമുക്ക് തോന്നുന്നത്. ശരി ചാടാം. ഞാൻ ചാടി വെള്ളത്തിനടി പോയിട്ട് ഞാൻ അഫ്കോഴ്സ് എനിക്ക് നിലമൊന്നും കാണാൻ വയ്യ, എത്ര താഴെ പോയിട്ട് ഒന്നും നിലമൊന്നുമില്ല. ഞാൻ എങ്ങനെയൊക്കെ നീന്തി മേളിൽ വന്നു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കോസ്റ്റ് ഗാർഡിന്റെ സ്പീഡ് ബോട്ട് വന്നു എന്നെ കടലിൽ ചെക്ക് ചെയ്ത് തിരിച്ചു കൊണ്ടുവന്നു. എല്ലാം തിരിച്ചായിട്ട് ഞാൻ ചോദിച്ചു, ഓക്കെ ആയിരുന്നു. ഞാൻ ഇവിടെ എന്ത് ഡെപ്ത് ഉണ്ട്? ഇവിടെ ഒരു 85 ഫീറ്റ്. അപ്പോഴാണ് എനിക്കതിന്റെ ഞെട്ടിപ്പോയത്. പക്ഷേ ഫസ്റ്റ് ചാട്ടത്തിൽ പേടി മാറി. നമ്മൾ 2 പ്രാവശ്യം എടുത്തു. ഫസ്റ്റ് ചാട്ടത്തിൽ പേടി മാറി. കാരണം ഫസ്റ്റ് ഞാൻ ആദ്യമായിട്ട് അത്രയും ഡെപ്ത് ഉള്ളൊരു സാധനത്തോടെ ചാടുന്നത്. അപ്പൊ എനിക്ക് ആ ഫസ്റ്റ് ചാടാൻ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, എനിക്ക് താഴെ പോയിട്ട് നീന്തി മേളിൽ വരാനുള്ള സ്വിമ്മിംഗ് ടാലന്റ് എനിക്കുണ്ട്, എനിക്ക് മനസ്സിലായി. പിന്നെ അവിടെ ഡൈവിങ്, അത് നമ്മൾ എടുത്തു പറയേണ്ട സാൻഡി ബീച്ചിലെ നമ്മളെ സഹായിച്ച ആൾക്കാർ, അവര് ശരിക്കും നമ്മുടെ ഷൂട്ടിങ്ങിന്റെ ഒരു വലിയ ഭാഗമാണ്. അപ്പൊ ഞാൻ ലക്ഷദ്വീപിൽ എത്തിയപ്പോഴല്ല ആക്ച്വലി, ഇവിടെ നമ്മുടെ ലൈൻ പ്രൊഡ്യൂസേഴ്സും റോഷൻ ചെറ്റൂരും രാജീവും ഒക്കെ അതിന്റെ ഒരു നിങ്ങളും ഒക്കെ അതിന്റെ ഒരു സെറ്റപ്പ് പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത്, എനിക്ക് ശരിക്കും ഈ ഡൈവിംഗ് പഠിച്ച് റിയൽ ആയിട്ട് അത് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ട്, ലക്ഷദ്വീപിലുണ്ട്. അവര് നമ്മളോട് കാണിച്ച സഹകരണം വെച്ചിട്ട് അങ്ങനെ വലിയൊരു ചെലവോ കാര്യങ്ങളോ ഒന്നും വരാൻ പോകുന്നില്ല. അതുള്ളപ്പോൾ ഞാനത് യൂസ് ചെയ്തില്ലെങ്കിൽ അത് ശരിയല്ല. ഇപ്പൊ ഓക്കെ, അത് രാജുവിന് എനിക്കിപ്പോ വന്നിട്ട് ഒറിജിനൽ ഡീപ് സീ ഡൈവിംഗ് പഠിക്കാൻ ഒരു നിവൃത്തിയില്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതൊരു സ്വിമ്മിംഗ് പൂളിൽ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഇതിനു മുമ്പ് നമ്മൾ അണ്ടർ വാട്ടർ ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ്. നമ്മുടെ റോബിൻഹുഡിലെ അണ്ടർ വാട്ടറിൽ നമ്മൾ അങ്ങനെ ചെയ്തത്. നമുക്ക് അങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. എക്സ്പെർട്ട് ഡൈവേഴ്സ് ഉണ്ട്. അവര് എന്റെ അടുത്ത് വന്നിട്ട് എപ്പോഴാണ് പറഞ്ഞു, നമുക്ക് ഷൂട്ടിംഗ് ഇടയിലുള്ള സമയം മതി, നമുക്കൊരു ഡെയിലി ഒരു 1.5 hours കിട്ടിയാൽ മതി. അവരിങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ഞാനത് ചെയ്തില്ലെങ്കിൽ മോശമല്ലേ. അങ്ങനെ ഞാനും സുഹിത്തും പോയി ഇത് ചെയ്തു. അഫ്കോഴ്സ് നമ്മുടെ സിനിമയിൽ ഒരു 2 minute സീക്വൻസ് വരുന്നുള്ളൂ. പക്ഷേ അതിന്റെ ഫുൾ ഫുട്ടേജ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു മിനിമം ഒരു 15 മിനിറ്റോളം ഭംഗിയായിട്ട് എഡിറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരു നമുക്ക് പിന്നീട് വേണമെങ്കിൽ ആക്ച്വലി ഒരു അണ്ടർ വാട്ടർ സാധനം റിലീസ് ചെയ്യാവുന്ന. പക്ഷെ എനിക്ക് സുജിത്തും എന്റെ കൂടെ, സുജിത്ത് നമ്മുടെ ക്യാമറമാൻ, നമ്മുടെ കൂടെ ഇതിന്റെ റിട്ടേൺ എക്സാം എഴുതി അത് പാസ്സായി, ഇതിന്റെ സർട്ടിഫിക്കേഷൻ എടുത്തു. കാരണം സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ ഒരു 12 meters താഴേക്ക് വിടില്ല. നമ്മൾ 30 meters ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ എനിക്കിന്ന് സിനിമ കാണുമ്പോൾ എനിക്കുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ, ഓക്കെ ഇനിയിപ്പോ എത്ര പേർക്ക് അത് മനസ്സിലായില്ലെങ്കിലും നമ്മളത് ആക്ച്വൽ ഡീപ് സീയിൽ 30 meter ഡെപ്തിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്, അത് ഞാൻ തന്നെയാണ് എന്നുള്ളൊരു സമാധാനം എനിക്കുണ്ട്. എനിക്കത് മതി. എനിക്ക് പിന്നെ വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, എനിക്ക് ഈ സിനിമയിൽ ഞാൻ അഫ്കോഴ്സ് ഇതിന്റെ സ്ക്രിപ്റ്റ് കേൾക്കുന്ന അമർ അക്ബർ ആന്റണിക്കൊക്കെ മുൻപാണ്. അപ്പൊ അന്ന് ഞാൻ ആക്ച്വലി ഞാൻ ചെയ്യാൻ പോകുന്ന സിനിമകളിൽ ഏറ്റവും കൂടുതൽ സ്ക്രിപ്റ്റ് കേട്ട് എനിക്ക് ഞാൻ ചിരിച്ചിട്ടുള്ള സിനിമകളൊന്ന് അനാർക്കലി. കാരണം ഒട്ടുമിക്ക സീനുകളിലും, എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും ഒരു ഈവൻ സീരിയസ് സിനിമ കണ്ടവർക്ക് അറിയാം, സീരിയസ് സീനുകളിൽ പോലും ബിജു ചേട്ടന്റെ ഒരു ട്രാക്ക് ഭയങ്കരമായിട്ട് നമ്മളെ ചിരിപ്പിക്കുന്നതാണ്. അപ്പൊ എന്റെ സംശയം, ആദ്യം ഇത് ബിജു ചേട്ടനാണ് എന്ന് കരുതിയിട്ട് എഴുതിയതാണോ എന്ന് എനിക്കറിയില്ല. 2,
അന്ന് ബിജു ചേട്ടൻ ഇന്നുള്ള പോലെ ഒരു ഹ്യൂമറിന്റെ ഒരു ഇമേജ് ഇല്ല മലയാളത്തിൽ. നമ്മൾ ആദ്യമായിട്ട് സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്യുമ്പോൾ ബിജു ചേട്ടൻ അന്നും ഒരു സീരിയസ് ആക്ടറാണ്. ബിജു ചേട്ടൻ ഒരു ഹ്യൂമറിന്റെ ഒരു സാധനം ഇല്ല. എന്നിട്ട് ഇത് എങ്ങനെ അന്ന് എഴുതി? എങ്ങനെയാണ് ഈ അനാർക്കലിയിലെ കോമിക് ട്രാക്ക് ഉണ്ടാവുന്നത്? ഇത് ശരിക്കും ഒരു കോമിക് ട്രാക്ക് ആയിട്ട് എനിക്ക് ഞാൻ അങ്ങനെ ഒരുപാട് ചിരിക്കാനുണ്ട് എനിക്ക്. ഞാൻ ആലോചിക്കുന്നത്, കാരണം ഒരു കഥാപാത്രം അയാള് സീരിയസ് ആയിട്ടാ പറയുന്നത്, അയാള് കോമഡി അല്ല പറയുന്നത്. ഇപ്പൊ ശന്തനുവിനെ വഴക്ക് പറയുമ്പോ കാരണം ഇത്രയും നാള് കാത്തിരുന്നതിനെ കുറിച്ച് വഴക്ക് പറയും, അയാള് സീരിയസ് ആയിട്ടാ പറയുന്നത്. പക്ഷെ അയാൾ പറയുന്നതിന്റെ രീതി, അയാൾ ഉപയോഗിക്കുന്ന വാചകങ്ങള് ഒക്കെ ഭയങ്കര. പിന്നെ ഈ ബിജുവിനെ സംബന്ധിച്ച് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, ഇപ്പൊ ബിജു ഞാൻ ചെയ്തിട്ടുള്ള പടങ്ങളിൽ, പൃഥ്വിരാജ് ചെയ്തിട്ടുള്ള പടങ്ങളിൽ അത്രയും തന്നെ ചെയ്തിട്ടുള്ളൂ. അത്രയും തന്നെ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ബിജു കൂടുതൽ സമയങ്ങൾ കാണുകയും അടുപ്പമുള്ളൊരു സുഹൃത്തുക്കളാണ്. അപ്പൊ ബിജുവിന്റെ മാനറിസങ്ങള്, ബിജുവിന്റെ ചില ഡയലോഗ്, ഒരു നമ്മൾ നോർമൽ ലൈഫിൽ പറയുന്ന ചില സൗഹൃദ സദസ്സുകളിൽ പറയുന്ന, കൂട്ടായ്മകളിൽ പറയുന്ന, പെരുമാറുന്ന ചില രീതികളൊക്കെ ഉണ്ട്. അപ്പൊ ഈ ക്യാരക്ടറൈസേഷന് ഞാനത് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോഴും ബിജു ആണ് ചെയ്യണമെന്നല്ല, കാരണം എനിക്ക് അന്ന് ബിജുവിനോട് ഈ ക്യാരക്ടർ ചെയ്യാൻ പറ്റുമെന്ന്, കാരണം ബിജു വെള്ളിമുങ്ങ ഹീറോ ആയിട്ട് ചെയ്തിട്ട് കുറെ ലീഡ് ക്യാരക്ടേഴ്സിന് വേണ്ടി അവന് ഓരോ ദിവസവും 10-15 കഥ കേൾക്കാൻ വേണ്ടി ആളുകൾ വരുന്നു. അപ്പോൾ അവരിത് ചെയ്യുമോ ഇല്ലയോ എനിക്കറിയില്ല. അപ്പൊ ഞാൻ പിന്നെ സൗഹൃദത്തിന്റെ ഇത് നമ്മൾ കരിയറിൽ എടുക്കാനും പാടില്ല, കാരണം അത് ഓരോരുത്തരുടെ തീരുമാനങ്ങളാണ്. അല്ലാതെ എന്നോടുള്ള അടുപ്പം കൊണ്ട് നീ ഇത് ചെയ്യണമെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഞാനിത് കഴിഞ്ഞതിന് ശേഷം അവരോട് പറഞ്ഞു, ബിജു പൃഥ്വിരാജാണ് ഹീറോ, ഇങ്ങനൊരു കഥാപാത്രം ഉണ്ടോ, നിനക്ക് കേട്ടിട്ട് പറ്റുമെങ്കിൽ ചെയ്യും. അപ്പൊ കാരണം ബിജു ചെയ്താൽ മറ്റാര് ചെയ്യുന്നതിനേക്കാൾ, കാരണം എനിക്ക് അത്രയും ആ ഹ്യൂമർ വർക്കൗട്ട് ആവും, അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രം തന്നെ വർക്കൗട്ട് ആവും. വേറെ ആരെ കാസ്റ്റ് ചെയ്താലും നമ്മൾ കുറച്ച് മാറ്റി എഴുതിയോ എന്തെങ്കിലും ചെയ്യേണ്ടി വന്നു. എനിക്കൊന്നും ഇതിനകത്ത് സ്ക്രിപ്റ്റിൽ എഴുതി വെച്ചിരിക്കുന്ന പല ഡയലോഗുകളും സിനിമ കാണുമ്പോ ഇത് അയാൾ സ്പോട്ടിൽ പറഞ്ഞു തോന്നിപ്പിക്കുന്നതാണ് ബേസിന്റെ പെർഫോമൻസിന്റെ ഗുണം തോന്നുന്നു. ഇപ്പോൾ തന്നെ ഫേസ്ബുക്കിലും മറ്റേ സോഷ്യൽ മീഡിയകളിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള മാധ്യമങ്ങളിലൊക്കെ പറയുന്നത്, ഒരു നടന്റെ സൂപ്പർ ഹിറ്റായി 3 സിനിമകൾ ഒരേ സമയം തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത്. പാവാട കൂടി വന്ന് അതൊരു സൂപ്പർ ഹിറ്റ് ആവുന്നു. അപ്പൊ 4 സിനിമകൾ ഒരേ സമയം തിയേറ്ററിൽ ഓടുന്നു എന്ന് പറയുന്ന അവസ്ഥയെ കുറിച്ച് എന്താണ് അങ്ങനെ ഒരു ആലോചിച്ചിട്ടുണ്ടോ? അതെ, അതിന്റെ ഒരു ആക്ച്വലി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ 3 സിനിമകൾ ഒരേ സമയത്ത് വന്നതിൽ എനിക്ക് ഒരു പങ്കുമില്ല. അത് ഞാൻ പ്ലാൻ ചെയ്തതല്ല. 3 സിനിമകൾ ഓടിയതിൽ വലിയ സന്തോഷം. അതിന് ഞാൻ പ്രേക്ഷകരോട് നന്ദി പറയുന്നു. ഇനി ഈ 3 സിനിമകൾ എനിക്ക് ഉള്ള ഒരു വിശ്വാസം, ഈ 3 സിനിമകൾ തമ്മിൽ ആൾക്കാർ ഇപ്പൊ മൊയ്തീനും അനാർക്കലിയും തമ്മിലുള്ള സാദൃശ്യങ്ങളെ പറ്റി സംസാരിക്കുന്നുണ്ടെങ്കിലും ഇത് 3 തികച്ചും വ്യത്യസ്തമായ സിനിമകളാണെന്നും തികച്ചും വ്യത്യസ്തമായ കഥാപാത്രങ്ങളാണെന്നും എന്നുള്ളത് ഭയങ്കരമായിട്ട് എനിക്ക് കോംപ്ലിമെന്റ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കമന്റ് ആണ്. അതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു. ഈ 3നേക്കാളും വളരെ ഡിഫറെന്റ് ആണ് പാവാട എന്ന് പറയുന്ന സിനിമയും ആ സിനിമയിലെ കഥാപാത്രവും. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ പാവാട എന്ന് പറയുന്ന സിനിമയുടെ ടൈറ്റിൽ കേൾക്കുമ്പോഴും അതിലെ സ്റ്റിൽസ് കാണുമ്പോഴും നിങ്ങൾക്ക് ആ സിനിമയിൽ എന്തായിരിക്കുമെന്ന് കിട്ടുന്ന ഇംപ്രഷന് കുറച്ചപ്പുറത്തേക്ക് അതിന്റെ കഥയുണ്ട്. അപ്പോൾ ആ സിനിമ ഇറങ്ങി ഓടില്ലേ എന്ന് എനിക്ക് അറിയില്ല. ഒരു ഉറപ്പേ എനിക്ക് ഈ 3 സിനിമകൾക്ക് ഞാൻ തന്ന പോലെ ഒരു ഉറപ്പേ എനിക്ക് തരാൻ പറ്റൂ, മോശം സിനിമ ആവില്ല. പിന്നെ ആ സിനിമ റിലീസാകുമ്പോഴും ഈ 3 സിനിമകളും തിയേറ്ററിൽ ഉണ്ടാകണേന്നൊരു സ്വാർത്ഥ ആഗ്രഹമുണ്ട്. അത് ദൈവം സാധിച്ചു തന്നാൽ സന്തോഷം.